Hey guys, once again welcome back to Technotips Malayalam. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സീക്രട്ട് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റുള്ളവർ അറിയാതെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് വോളിയം അപ്പ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആയിട്ട് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ വീണ്ടും നമ്മൾ അതേ ബട്ടണിലേക്ക് വോളിയം അപ്പ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. പിന്നെ വോളിയം ഡൗൺ ബട്ടണിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർ അറിയാതെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ഈ ട്രിക്ക് നിങ്ങൾ ഇല്ലീഗലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനോ എൻ്റെ ചാനലോ അതിന് ഉത്തരവാദി ആയിരിക്കില്ല. ലീഗലായിട്ട് നിങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾ ക്യാമറ വിത്ത് സ്ക്രീൻ ടേൺഡ് ഓഫ് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യണം. ലിങ്ക് ഞാൻ എന്നത്തെ പോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപയോഗം എങ്ങനെ നമുക്ക് ഇതുപോലെ സീക്രട്ടായിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കിവിടെ താഴെ അണ്ടർസ്റ്റാൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും അതേപോലെ ഒരു ഓപ്ഷൻ വരും. അണ്ടർസ്റ്റാൻഡ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് അതേപോലെ ഒരു ഓപ്ഷൻ വരും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതേപോലെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം കുറച്ച് പെർമിഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ അലോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അലോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ട്രിക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് സ്ക്രീനിൽ കാണിച്ചിരുന്നുണ്ട്. വോളിയം അപ്പ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോസും ഡൗൺ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസും നമുക്ക് സീക്രട്ടായിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഐ അണ്ടർസ്റ്റാൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് മൊത്തത്തിൽ ബ്ലാക്ക് ആയിട്ട് മാറും. ഇനി ഞാനൊന്ന് വോളിയം അപ്പ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോസ് സീക്രട്ടായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ വോളിയം അപ്പ് ബട്ടണിലേക്ക് വീണ്ടും ക്ലിക്ക് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. വോളിയം ഡൗൺ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീക്രട്ടായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് മറ്റു സെറ്റിങ്സും നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോസും കാണണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് ടച്ച് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് വലത് സൈഡിൽ മുകളിൽ ഒരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം. അതിൽ ടച്ച് ചെയ്യാം. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ പ്രിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ബാക്ക് ക്യാമറയിൽ നിന്നും ഫ്രണ്ട് ക്യാമറയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി മുകളിൽ 3 ലൈൻ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് വേറെ വേറെ ഫോൾഡറായിട്ടും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഉഗ്രൻ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീണ്ടും കാണാം ഇത്തരത്തിലുള്ള ഒരുപാട് അടിപൊളി മറ്റു വീഡിയോസുമായി. താങ്ക് യു.